ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് നോബി 123. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു പുതിയ ഹൊറർ ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പേരാണ് ഐസ്ക്രീം ചാപ്റ്റർ 1. ഗൈസ്, ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണിത്. ഗൈസ്, ആദ്യം തന്നെ നമ്മൾ റൂം ഫുൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഇടുന്ന ഒരു കയർ ഇട്ടിട്ടുണ്ട്. ജനൽ തുറക്കാൻ പറഞ്ഞു. ഒരു ചെറിയൊരു തടിച്ച ചെക്കൻ പോകുന്നു ഐസ്ക്രീം കടയിലേക്ക്. ആ വാനാണ് ഐസ്ക്രീം വാന്. അവനോട്ട് പോവുകയാണ്. ചങ്ങായി പൊടിച്ച് തല പൊടിച്ച് ഇതാക്കിയിട്ട് ഐസാക്കിട്ട് ഉള്ളിക്കേരിയുണ്ട്. നമ്മളെ നോക്കുന്നുണ്ടേ. നമ്മ വേഗം ജനലടി കൊയിനി. ഇവിടെ ഒരു ആണി ഉണ്ടായിരുന്നു. ഈ ആശാരിക്കലും ആണിയലും അടിച്ചങ്ങ് ഉള്ളിൽ കയറ്റിയാൽ പോലെ. നമ്മ എന്തിനാ അയാളെ വെക്കുന്നേ പോകുന്നത്? അത് തിരിയുന്നില്ല ഗൈസ്. പട്ടിക്കൂട്ടിനുള്ളിലെല്ലാം പോയി ഇരിക്കുന്ന അപ്പം അന്ന് പട്ടീൻ്റെ കടി കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. പട്ടീൻ്റെ വീട്ടിനുള്ളിൽ കയറി ഇരിക്കുന്നു ഗൈസ്. നമുക്ക് അങ്ങനെ ഒരു കള്ളാസ് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെക്കാനാണ് കാണിച്ചത് ഗൈസ്. കളി തുടങ്ങി ഇങ്ങനെ പൊടിക്കാൻ. ഇതെന്ത് കഷ്ടമാണ്. ഞാൻ ഒന്നും ഒച്ചപ്പാടാക്കിയിട്ടില്ല. കളി തുടങ്ങാൻ വേണം ഗൈസ്. ഇവിടെ റേഞ്ച് കട്ടാകാൻ തുടങ്ങി. റേഞ്ചിൽ ഭയങ്കര കളിയാണ് ഗൈസ്. ഗൈസ് ഭയങ്കര റേഞ്ച് കട്ട്. നമ്മളായിട്ട് ഏതോ ഫ്രിഡ്ജിനുള്ള പൂട്ടിയിട്ടിട്ടുണ്ട് ഓനെ പോലെ ഐസ കട്ടാക്കാൻ. എന്നാൽ മറ്റേ തടിച്ച ചെക്കനെ പോലെ നമ്മളെയും പിടിച്ച് തല പിടിച്ച് അങ്ങനെ ആക്കിയാൽ പോരെ. ഐസ കട്ടാവും. ഇങ്ങനെ ഫ്രിഡ്ജിനുള്ളിൽ വെക്കണ ഗൈസ്. നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. അല്ലെങ്കിൽ നമ്മളെയും പിടിച്ച് അയാളെ ഐസ കട്ടാക്കും. പിന്നെ ആ തടിച്ച ചെക്കൻ ആര് രക്ഷിക്കും? നമ്മൾ രക്ഷിക്കണ്ടേ ഗൈസ്. ഇവിടെ ഒരു വയർ മുറിച്ചിട്ടുണ്ട്. അവിടെ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മ പിന്നെ പണ്ട് ഇതല്ലേ ഇലക്ട്രീഷ്യനായിട്ട് കുഴപ്പമില്ല. ഇതെല്ലാം നമുക്കറിയാം ഗൈസ്. ഇടുന്നാലും എന്താ എടുക്കേണ്ടത് യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. ആ കളി തുടങ്ങിയപ്പോക്ക് ഓന് നമ്മളെ പിടിച്ചിവിടെ കൊണ്ടുവന്ന് ഗൈസ്. ഓനെ കാണാനില്ല ഗൈസ്. നമ്മ എന്താക്കണോ? ഓനെ കാണുന്നില്ല. പൊട്ടനെ അറിയുന്നില്ലേ? പൊട്ടനാ മുന്നിൽ നിന്ന് വണ്ടി ഒട്ടിക്കുന്നു. തൊട്ട് ബാക്കിൽ ഞാനുണ്ട്. ആ വണ്ടീൻ്റെ വാനിൻ്റെ ഉള്ളിൽ ചങ്ങായി അറിയുന്നില്ല നമ്മ ആ വാനിൻ്റെ ഉള്ളിലുണ്ട്. അത് തുറന്നു നോക്കുന്നുമില്ല ഗൈസ്. നമ്മൾ അങ്ങനെ കഫ്റ്റേരിയയിൽ എത്തിയിട്ടുണ്ട്. കഫ്റ്റേരിയയിൽ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വെറുതെ നോക്കുന്നു ഗൈസ്. ഇവിടെ എന്തെങ്കിലും വേസ്റ്റ് കൊട്ട തപ്പാനുണ്ട്. ഈ സമയത്ത് നമ്മളെ വന്നിട്ട് ഐസ്ക്രീം കടക്കാരൻ പിടിച്ചില്ലെങ്കിലോ ഗൈസ്. നമുക്ക് ഐസ്ക്രീം കടക്കാരൻ ഒരു പേരുണ്ടേ. പിന്നെ ഗൈസ്, ഈ ഐസ്ക്രീമിന് 8 ചാപ്റ്റേഴ്സ് ഉണ്ട് ഗൈസ്. നമുക്ക് കളിക്കണോ വേണ്ടി നിങ്ങൾ കമൻറ്റിലിട്. 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. പറഞ്ഞത് തീർത്തില്ല. ഐസ്ക്രീം കടക്കാരനെത്തി. ജബ്ബാർ എത്തിയിട്ടാ. ജബ്ബാറെ നമ്മൾ പോന്നേ. ജബ്ബാറിനെ അങ്ങനെ വെട്ടിച്ച് നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. ഇത് കഫ്റ്റേരിയാണ് ഗൈസ്. നമ്മളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇതിനു മുമ്പ് വന്നിട്ടില്ല. നമുക്ക് വരാമെന്ന് കഴിയാൻ നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കഫ്റ്റേരിയയിൽ ഈ ഗെയിമിൽ വരുന്നത്. ഇപ്പം നമ്മുടെ സ്വന്തം ജബ്ബാർ വരുമോയെന്നറിയില്ല. പറഞ്ഞു തീർത്തില്ല. ജബ്ബാർ സൂപ്പർ ഫാസ്റ്റാ. വിളിക്കുന്നതിന് മുന്നേ എത്തും ഗൈസ്. ജബ്ബാറിനെ കൊണ്ട് തോറ്റു ഗൈസ്. ജബ്ബാറെ ഞാൻ ഒന്നും ചെയ്യിച്ചില്ലല്ലോ. പിന്നെ പിടിക്കാൻ വരുന്നത്. ഞാൻ ചക്കനെ രക്ഷിച്ചോളൂ. ചക്കനെ എന്തിനാ പിടിച്ച ഐസ് കട്ടൊക്കെ ജയിലിൽ പൂട്ടീനി. ഒരു സെൻട്രൽ ജയിലിൽ പൂട്ടിക്കൂടെ? ആ ചെറിയ കോഴിക്കൂട്ടിലെന്തിനാ പൂട്ടീനി? ഒരു മിനിമം മര്യാദ കൊടുത്തോടെ. ഒരു ജയിൽ പൂട്ടുകയാണ്. ആ ഒരു കോഴിക്കൂട്ടിലിട്ട് പൂട്ടീനി. അപ്പം ആ ചക്കന് നടുവേ നിൽക്കുന്നുണ്ടാവില്ല ഇരുന്ന്. ഗൈസ് പോയാ വേൻ്റെ വേക്കലായതുകൊണ്ട് കാണുന്നില്ല. ജബ്ബാർ ഇതൊന്നും കേട്ടില്ലെങ്കിൽ വൈരാഗ്യം വെക്കരുതേ. ജബ്ബാറെ പോട്. ഞാൻ എൻ്റെ വാനിനെ ഒന്ന് മൊഞ്ച് നോക്കട്ടെ. വാനിൻ്റെ അപ്പം വാനിൻ്റെ ഉള്ളിൽ വീണ്ടും കയറിയിട്ടുണ്ട്. മാപ്പിൽ നമുക്ക് ഇനി അടുത്തേക്കാണ് പോകണ്ടേ. അടുത്തത് ഞാൻ എന്താ പിടിച്ചൊക്കെയെന്ന് മറന്നു ഗൈസ്. പ്ലേ ഗ്രൗണ്ടാന്ന് തോന്നുന്നു കണ്ടിട്ട്. പ്ലേ ഗ്രൗണ്ട് എന്തുണ്ട് ഗൈസ്. പ്ലേ ഗ്രൗണ്ടിൽ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. പ്ലേ ഗ്രൗണ്ടിലെല്ലാം കോയിൻസ് കൊണ്ട് എന്താക്കണ്ടേ അതറിയില്ല ഗൈസ്.
ഓയിലും ഉണ്ടാക്കേണ്ടത് അറിയില്ല. നമ്മൾ അടുക്കളയിൽ നിന്ന് ഓയിലും മോഷ്ടിച്ചിട്ട് വന്നതാണ്. നാളത്തേക്ക് ഷെഫിലോ ചിക്കൻ പൊരിക്കാൻ നോക്കുമ്പോൾ ചിക്കനാ മീനാ പൊരിക്കാൻ നോക്കുമ്പോൾ ഓയിലുണ്ടാവില്ല. കാരണം നമ്മൾ കട്ടെടുത്ത് പറഞ്ഞല്ല കഫ്റ്റീരിയെന്നല്ലേ, നാച്ചുറൽ റെസ്റ്റോറൻറ്റാണ് ഗൈസ്. ഐസ്ക്രീം കടക്കാർ ആ സമയം നമുക്ക് പിടിക്കാൻ വന്നു ഗൈസ്. ഈ ഗെയിം ഫുള്ള് ഗ്ലിച്ചു പിന്നെ ക്രാഷ് ആകലാണ്. ഇത് കുറേയോട്ട് ക്രാഷ് ആയിന്. ഇത് റീസ്റ്റാർട്ട് ആക്കിയിട്ടല്ലാണ് കളിക്കുന്നത്. പക്ഷേ ഗെയിം ഇടയ്ക്കിടയ്ക്ക് സേവ് ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഭയങ്കര ആഡുമാണ്. ആഡിൽ കണ്ടന്റ് മടുത്തു ഗൈസ്. ഗെയിമിൻ്റെ മെയിൻ കുഴപ്പങ്ങളാണിത്. കോയിൻ കൊണ്ട് എന്താക്കേണ്ടതെന്ന് അറിയില്ല. നമ്മളെ ജബ്ബാറാണെങ്കിൽ പിടിക്കാനേ വരുന്നു ബാക്കിന്ന്. ജബ്ബാറിനെ കൊണ്ട് തോറ്റു ഗൈസ്. ജബ്ബാറെ പോയാ? ജബ്ബാറെ പോയാ? പിന്നെ ഗൈസ് എനിക്ക് ചെറിയ തണുപ്പുള്ളതാണ്, അതുകൊണ്ട് വോയിസ് ഓവറിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നമുക്ക് ഈ കോയിൻസ് കൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്, അതിലതൊന്ന് കോയിൻസ് ചെയ്യണ്ടേ ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വാട്ടർ ഗണ്ണല്ലേ, സോറി ബോൾ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ബോൾ ഗണ്ണ് ഇത് ഗൈസ്. നമ്മൾ ഐസ്ക്രീം കടക്കാർ വെടിയൊക്കെ ഞാൻ നോക്കിയത്, പക്ഷെ വെടി കൊള്ളുന്നില്ല. ആ ഗ്ലിച്ചടിച്ച് 2 ഉണ്ട വെറുതെ പോയി. ലാസ്റ്റത്തെ ഉണ്ടേന്ന് കൊണ്ടത് ഗൈസ്. അതിന് വീണ് പൈസയും കണ്ടാലേ ഉണ്ട കിട്ടും. എന്ത് കഷ്ടമാണ് നോക്കിയാൽ. പക്ഷെ നമ്മൾ പൈസയും കണ്ടില്ല. 1 മിനിറ്റത്തേക്ക് ഐസ്ക്രീം കടക്കാരൻ്റെ ശല്യം ഉണ്ടാവില്ല. സോറി ഐസ്ക്രീം കടക്കാരനല്ല, ജബ്ബാറിൻ്റെ ശല്യം 1 മിനിറ്റത്തേക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എല്ലാ സാധനവും വാനിനുള്ളിൽ കൂട്ടിയിടാം. എപ്പോൾ ആവശ്യം വരുമെന്ന് പറയാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഇവിടെ എന്തോ കണ്ടീനല്ല, ക്രെയിൻ ഇതല്ലേ, മുന്നിൽ തന്നെ ഉള്ളതല്ലേ. ഇതെന്താ ക്രെയിനി ഗൈസ്? ജബ്ബാറിനെ വരെ ചവിട്ടിപ്പോയി തോന്നും. ഇപ്പോൾ എണീക്കോ? ജബ്ബാറെ ക്ഷമിക്കണേ, അറിയാണ്ട് ചവിട്ടിപ്പോയതാ ഗൈസ്. എന്താ ചെയ്യണ്ടേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ച് മുന്നോട്ടാക്കി ഗൈസ്. നമ്മൾ അങ്ങനെ ക്രെയിൻ കൊണ്ട് ഈ സാധനം പിടിച്ച് താത്തിയിട്ടുണ്ട്. ഈ സാധനത്തിൻ്റെ പേരൊന്നും അറിയില്ല. ജബ്ബാർ എണീക്കും തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നൈസിൽ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ജബ്ബാർ ഇപ്പം എണീക്കും. അവിടെ മാറുന്ന എസ്കേപ്പ് ആയതാണ്. നമുക്കിതൊരു ഓട്ടം പിടിക്കാം, സ്ഥലം വിടാം. ബാക്കിൽ നിന്ന് പിടിക്കാൻ പറ്റുന്നു ഗൈസ്. പോയിന്ന് തോന്നുന്നു ഗൈസ്. പോയാ? അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിച്ച് വേറെ സാധനം ഒപ്പിക്കണ്ടേ ഗൈസ്? പോയിന്ന് തോന്നുന്നു ഗൈസ്. പോയെന്ന് തോന്നുന്നു ഗൈസ്. ആളെ കാണില്ലല്ലോ. ജബ്ബാറിന് എവിടെ പോകുന്നു നോക്കട്ടെ. നമുക്ക് മെല്ലെ അവിടെ ഒരു ഓട്ട ഉണ്ട്. ഓട്ടേൻ്റെ ഉള്ളിലോട്ട് പോകാൻ നോക്കണം. ജബ്ബാർ എങ്ങോട്ടാ പോകുന്നത് നോക്കണം. ജബ്ബാർ എങ്ങോട്ടാ പോകുന്നു ഗൈസ്? നമ്മൾ ഒരു പൈപ്പ് ഉന്തിയിട്ടിട്ടില്ലേ, സിമെൻറ്റിൻ്റെ പൈപ്പ്. അപ്പോൾ ഇട്ടപ്പോൾ അപ്പുറത്തേക്കൊരു വയ്യയില്ലേ, അതിലോട്ട് ജബ്ബാർ പോയി. അപ്പം നമുക്ക് ഈടുത്ത ഓട്ടയിലോട്ട് നമുക്ക് പോകാൻ കഴിയാൻ നോക്കാം. അതിൻ്റെ മുമ്പ് ഈ ഓയിൽ വെറുതെ കഴിയാൻ പിടിച്ചേക്കാം. ഇതപ്പോൾ ആവശ്യം വരുമെന്ന് പറയാൻ കഴിയില്ല. ഓയിൽ നമുക്ക് കഴിയാൻ പിടിച്ചേക്കാം. ഇത് മാത്രമേ ഉപയോഗിക്കാണ്ടുള്ളൂ. കോയം വെറുതെ കഴിയാൻ പിടിച്ചുകൊണ്ട് അത് ഉപയോഗിക്കേണ്ട കിട്ടി. ഈ പൈപ്പിലോട്ട് പോയി എടുത്താൽ നോക്കാം ഗൈസ്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഞാൻ വെറുതെ ഇൻട്രാക്ട് ചെയ്തതാണ്. അപ്പൊക്ക് പ്രോസസ്സ് സേവ്ഡ് നിർത്തി വന്ന് അത് ആടെ തന്നെ ഗൈസ് ഉപയോഗിക്കണ്ടേ. എന്നെ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഒച്ചയിട്ടിട്ട് ജബ്ബാർ വരും. ജബ്ബാർ വന്നാൽ പിന്നെ കഴിയില്ല. ജബ്ബാർ വന്നാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ വഴിയില്ലെങ്കിൽ പെടും ഗൈസ്. ജബ്ബാർ ഓർത്തു. ജബ്ബാറ് ഓർത്തു ഗൈസ്. ജബ്ബാർ കുഞ്ഞിപ്പേർ പോലെ അതിന് വരുന്നുണ്ടായിരുന്നു ഗൈസ്. ജബ്ബാർ കാണൂലെന്ന് തോന്നുന്നേ. ജബ്ബാർ കണ്ട് ഗൈസ്. ജബ്ബാറിൻ്റെ വല്ലാത്ത കണ്ണാണ്. ജബ്ബാർ ആടുന്നും കണ്ട്. എന്ത് കഷ്ടമാണ്. ജബ്ബാറിനെ ഇങ്ങോട്ട് വിളിക്കാം. നമുക്കിനി അപ്പുറത്തേക്കല്ല പോകണ്ടേ. അപ്പം ഇങ്ങോട്ട് മാടി വിളിക്കാം. ജബ്ബാർ അപ്പം ഓടി വരുന്നുണ്ടാ ജബ്ബാർ ഗൈസ്. നമുക്ക് ഈ ബെഞ്ചിൻ്റെ അടുത്ത് വട്ടം നാരം കളിക്കുക.
വട്ടം നാരങ്ങ കളിച്ചിട്ട് നമുക്ക് കളിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടാം. വട്ടം വട്ടം നാരങ്ങ. വട്ടം നാരങ്ങ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പുറത്തേക്ക് വരുമോ ഇപ്പോൾ കഴിയിട്ടില്ല. ജബ്ബാറിന് ബുദ്ധിയില്ല എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി ഗൈസ്. ജബ്ബാറിന് നമുക്കിനി ഡൈവേർട്ട് ചെയ്യണം ഗൈസ്. ജബ്ബാറെല്ലാം പോകുന്നു ഗൈസ്. കണ്ട ജബ്ബാറിൻ്റെ കാല്. ജബ്ബാറല്ലേ പോകുന്നത് അങ്ങോട്ട്. രക്ഷപ്പെട്ട് ഗൈസ്. ഓനെ അങ്ങോട്ടെങ്കിൽ പോയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ജബ്ബാറിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതേതാ സ്ഥലം? ഇത് പിള്ളേരെല്ലാം കളിക്കുന്ന സാധനം ഗൈസ്. സാധനത്തിൻ്റെ പേരൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇത് പ്ലേ ഗ്രൗണ്ട് എത്തിയിട്ടുണ്ട് അവസാനം. ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും തപ്പി കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ആ ചെക്കനെ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യിപ്പിക്കണ്ടേ? നമ്മളെ ചങ്ങായി പോയില്ലേ. പിന്നെ ഇവിടുത്തെ എന്താ കിട്ടാനുള്ളത് ഗൈസ്? അവിടെ എന്താ ഉള്ളത് ഗൈസ്? ഒരു ജാക്കറ്റ് കിട്ടി. ഓഫീസ് കീ. ഇതവിടെ ഉപയോഗിക്കേണ്ടത് എല്ലാവർക്കും അറിയാം. ഓഫീസ് കീ കിട്ടിയിട്ടുണ്ട്. അപ്പൊക്ക് ജബ്ബാർ എത്തി. ജബ്ബാർ എല്ലായിടത്തും വരുന്നില്ലേ പിരാന്തി. ഇവിടെ ജബ്ബാറെ കേടിങ്ങി പോയി ചായം കടിയും തിന്നാൻ പോയിക്കോടെ. നോമ്പുണ്ടാ? സോറി. ജബ്ബാറിന് അവിടെ ജബ്ബാറെ ഈ രാത്രി എവിടെയെങ്കിലും നോമ്പ്? ഇതിൻ്റെ കള്ളത്തരം പറയുന്ന ജബ്ബാർ എന്തെല്ലോ തള്ള തന്നെ. നമുക്ക് ഈ ചാവി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചാവി വീടിടാം. ഇതേടെ ഉപയോഗിക്കാൻ ഒന്നും പറയാൻ കഴിയില്ല. നമുക്കിനി മേടത്തേക്ക് നിൽക്കിയിട്ടുണ്ട് സ്ഥലത്തിൽ. ഇത് നമ്മൾ ആദ്യം പിടിച്ചിട്ട സ്ഥലമല്ലേ? പിടിച്ചിട്ട് ഇട്ട സ്ഥലമല്ലേ ഇവിടത്തേക്ക് ഗൈസ്. ജബ്ബാറിൻ്റെ മുന്നിൽ തന്നെ പോയി വിട്ട്. ജബ്ബാർ കാണാണ്ട് പോകാമെന്ന് വിചാരിച്ചേ. ജബ്ബാറെ ഗൈസ് ഇവിടെ എന്തോ ഉണ്ടല്ലോ ഗൈസ്. ഭയങ്കര ഗെയിം ഗ്ലിച്ച് ഗൈസ്. കണ്ടിപ്പം തന്നെ സ്റ്റക്ക് ചെയ്തുണ്ട് ഗെയിം. ഇപ്പം എൻ്റെ ജബ്ബാറെ ഒന്ന് പൊട്ടിക്കണം. ഇത് ഗൈസ് പെട്രോൾ കന്നാസാ. നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ എന്താ ഉപയോഗം എന്നറിയില്ല. അവന് ഗൈസ് കന്നാസ് കൊണ്ട് എന്താ കളിയെന്ന് അറിയില്ല. വീഡിയോ നമ്മൾ കന്നാസ് കൊണ്ട് കളി. വീഡിയോ 11 കളിയുണ്ടായി. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഇതുവരെ പോയിട്ടില്ല ഗൈസ്. സ്റ്റോറേജ് റൂമാണ്. ആടെ ഇതുവരെ നമ്മൾ പോയിട്ടില്ല. ബാക്കി എല്ലായിടത്തും നമ്മൾ പോയിട്ടുണ്ട് ഗൈസ്. ഈ ഓട്ടേനുള്ളിലോട്ട് നമ്മൾ പോയിട്ടില്ല. വീട് എന്തെങ്കിലും ഇതിനെക്കൊണ്ട് കളിയുണ്ടാവും. നോക്കിക്കോ, ഉറപ്പായിരിക്കും. നമ്മൾ വീടത്തേക്ക് മാത്രമേ പോകാണ്ട് നിന്നിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ പോയിനി ഗൈസ്. ഈ ഒച്ച ഇട്ടിട്ട് ജബ്ബാർ വരുമെന്ന് അറിയില്ലേ. ജബ്ബാറിനെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല ഗൈസ്. ഇവിടെ തന്നെ ഇവിടെ കണ്ട പമ്പാ. പമ്പ് ഉണ്ടില്ലേ. ജബ്ബാർ വരുമോയെന്നറിയില്ലേ ഗൈസ്. ജബ്ബാർ വരുമെന്ന് തോന്നുന്നു. ജബ്ബാർ വരുമോ? ഗൈസ് ജബ്ബാർ വരുന്നുണ്ട്. അതേ പറ്റില്ല. ജബ്ബാർ വരും. ഒച്ച കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുമോയെന്നറിയില്ലേ ഗൈസ്. നമ്മളെ കണ്ട്. ഇതാ ഞാൻ പറയുന്നത്. ആടെ ഇടണ്ട് നിൽക്കാണ്ടിട്ടുള്ളൂ. അവിടെ നോക്കിയിട്ട് പോവില്ല. ഉച്ചക്ക് അവിടെ പോയിട്ട് എത്തി വെക്കാൻ വേണ്ടിയിട്ടല്ലേ ഗൈസ്. ജബ്ബാർ വരുന്നുണ്ട്. നമുക്കിവിടെ വട്ടം നാരങ്ങ കളിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഈ ജബ്ബാറിന് ബുദ്ധിയില്ല. ഇങ്ങനത്തെ സ്ഥലത്ത് തന്നെ കൊയ്യണ്ടായിട്ടുണ്ട്. എൻ്റെ അവിടെ പെട്ടിട്ടുണ്ടാ ഗൈസ്. ജബ്ബാർ വരുമ്പോൾ ഇതാണ് ഗൈസ്. ഗെയിം ഗ്ലിച്ചായി. നമ്മളെ പിടിച്ച് ഗൈസ്. ഗെയിം ഗ്ലിച്ചായി പോന്നു ഗൈസ്. പിടിച്ച് നമ്മൾ വീണ്ടും ഗൈസ്. നമ്മൾ വീണ്ടും ആ ഫ്രിഡ്ജിൻ്റെ ഇട്ടിട്ടുണ്ട്. അവിടെ എനിക്ക് എന്താ ബുദ്ധിയില്ല. ഞാനൊരു മനുഷ്യക്കുട്ടിയാണ്. അല്ലാണ്ട് ഗുൽഫിയൊന്നും അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാൻ. എനിക്ക് എന്താ അവിടെ ബുദ്ധിയില്ലേ. നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ രക്ഷപ്പെടണ്ടേ. ബെൽപ്പിൽ സെലോ ടേപ്പ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്കൊരു റെഡ് ബി ബോൾ ഇട്ടിട്ടുണ്ട്. ഇനെന്താ ശരിക്കും പറയാം പേര് ഒക്കെ ഓർമ്മയില്ല. റെഡ് ബി ബോളെന്ന് തെറ്റാന്ന് തോന്നുന്നു. ഇതെടുത്തിട്ട് കണ്ണാടി വിളിക്കണം ഗൈസ്. കൂർക്കം വലിച്ചിട്ട് ഉറങ്ങുന്നുണ്ടോ ഐസ്ക്രീം കടക്കാരെ? പക്ഷെ മോൻ്റെ ഉറക്കം എടുത്തിട്ടുണ്ട്.
ഗൈസ് ഐസ്ക്രീം കടക്കാരെ ഇവിടുന്ന് സ്കെച്ച് ഇട്ട് നടക്കുന്നത് ഗൈസ്. ഇവനെന്താ ആക്ടിങ് സമ്മതിച്ചു കൊടുക്കണം കേട്ടാ. മുന്നിലൊന്നും ഇല്ലാണ്ട് സ്റ്റെക്കായി പോലെ നടക്കുന്നു. ആക്ടിങ് സമ്മതിച്ചു കൊടുക്കണം. എനിക്ക് ഓസ്കാർ ഇട്ടോളൂടാ ഗൈസ്. ഇതെന്താന്ന് ഗൈസ്, ഇതെന്താന്ന്? എന്നിട്ട് നീ മാജിക്കും പഠിച്ചു ഇതിൻ്റെ അടുക്ക്. മാജിക്ക് അവിടേക്ക് മാജിക്കും പിടിച്ചല്ലേ? പഠിച്ച് കൊച്ചു കള്ളേ, മാജിക്കും പഠിച്ചല്ലേ എൻ്റെ മോനെ. അത് ഇത് പറന്നു എനിക്ക് കഴിഞ്ഞ കാലം ഇരുന്നിട്ട് എൻ്റെ പൊട്ടൻ എന്നെ കണ്ടിട്ടില്ല. തൊട്ട് മുന്നിലേക്ക് തന്നെ പോട്ടെ ഗൈസ്. പൊട്ടനെ സമ്മതിച്ചു കൊടുക്കണം ഗൈസ്. അമ്മ പിടിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അമ്മേൻ്റെ അവിടെ നിന്ന് മറ്റേ പെട്രോൾ നിറച്ചൊരു ഇതില്ല ഗൈസ്. അങ്ങനെ അമ്മ വീടെത്തിയിട്ടുണ്ട്. നേരത്തെ പിടിച്ച സ്ഥലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും ജബ്ബാർ വരൂലേ ഇവിടത്തേക്ക് ഒച്ച കിട്ടിട്ട്. എന്നാൽ ജബ്ബാറിന് മാജിക്കിൻ്റെ കഴിവ് എവിടുന്നാ പഠിച്ചെന്ന് നോക്കണം. അണക്കും പഠിക്കണോ? എവിടുന്നാ പഠിച്ചെന്നറിയില്ല. പറന്നു വന്നിട്ട് ആടി ഇരിക്കാൻ. എന്നിട്ട് നമ്മളെ കണ്ടിട്ടില്ല. ആ മാജിക്കിൻ്റെ ഒരു ഇതാണ്, ഒരു കുറ്റാണ്. ആ മാജിക്ക് പഠിച്ചാൽ കാഴ്ച ശക്തി കുറയും. പിന്നെ നമുക്ക് എന്താ അതിനെ പറയാം. പക്ഷെ നല്ല കഴിവാട്ടോ പറന്നു പോയിട്ട് അവിടെ ഇരിക്കല്. കൊടുത്തു. ജബ്ബാർ വരുന്നുണ്ടോ? ഏയ് ജബ്ബാർ വരില്ലാന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്ഥിതിക്ക് ഇപ്രാവശ്യം വരില്ലാന്ന് തോന്നുന്നു. ആ ധൈര്യത്തിലാണ് പോകുന്നു. എനക്ക് വീണ്ടും ആ ഫ്രിഡ്ജിനുള്ളിൽ പോകാനൊന്നും കഴിയില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് തണുക്കുന്നു, തണുത്തിട്ട് വെറുക്കുന്നു. ഇനി വീണ്ടും ആ ഫ്രിഡ്ജിനുള്ളിൽ പോകാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ജബ്ബാറേ അല്ല, ഞാനിപ്പോൾ വിളിച്ചിനി മരുന്ന് മേടിക്കാനാ ഗൈസ്. ഒരു ചെറിയൊരു ഭയം. അങ്ങനെ നമ്മൾ സ്റ്റോറേജ് റൂമാണ്. സ്റ്റോറേജ് നട്ടി തുടങ്ങുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത് ഗൈസ്. ഐസ്ക്രീം ഗൈസ്. അങ്ങനെ നമ്മൾ സ്റ്റോറേജ് റൂമിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഗെയിം ഗ്ലിച്ചായി പോയാടാ. അതങ്ങനെ ആയത്. പിന്നെ നമുക്ക് പെട്രോൾ ഇത് വെറുതെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൈമ പിടിച്ചിട്ട് എന്തായിട്ട് കിട്ടുക. പിന്നെ ഗൈസ് ഓഫീസ് കീ. ഇതിനെ കൊണ്ട് ഈടേക്ക് കളിയുണ്ട. ഈടെ ഓഫീസ് ഉണ്ടാകും ഗൈസ്. ജബ്ബാർ ജബ്ബാറെങ്കിൽ വേറെ പണിയൊന്നുമില്ല. ഇപ്പോൾ പിടിക്കാൻ പറ്റല്ലാണ്ട് ശരിക്കുള്ള ഐസ്ക്രീം ആക്കിയിട്ട് വിൽക്കട പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഐസ്ക്രീം ആക്കി വിൽക്കുകയും ചെയ്യും ഡൂപ്പിളെ. പിന്നെ ഓഫീസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് ഗൈസ്. അമ്മ ഓഫീസിലെത്തിയിട്ടുണ്ട്. പിന്നെ എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇടയ്ക്ക് പരസ്യം വന്നു. ആ പരസ്യം കണ്ടിട്ട് അങ്ങ് പിരാന്ത് പിടിച്ചിട്ട് ഇതാ ഗെയിമെല്ലാം ഗ്ലിച്ചായി പോയിട്ട് പിന്നെ പരസ്യം കണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ പിന്നെ കളി തുടങ്ങുന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കളി തുടങ്ങിയിടത്തല്ലേ നമുക്ക് തുടങ്ങാൻ കഴിയും. ജബ്ബാർ കാണൂലെന്ന് വെച്ചിട്ട് ഞാൻ ഒളിച്ചിക്കാൻ നോക്കിയ. അപ്പം കണ്ട് വല്ലാത്ത കണ്ണാ. ഇടയ്ക്ക് പരസ്യം വരും ഗൈസ്. എൻ്റെ തുടങ്ങുന്നത് ഏടുന്നല്ലോ ആണ്. അതാണ് കുഴപ്പം ഗൈസ്. അതുകൊണ്ടാണ്. പിന്നെ ഗൈസ് ഞാൻ ഇപ്പം ശ്രദ്ധിച്ചത്, ഞാൻ അവിടെ നിന്ന് ഒരു കീ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ അങ്ങനെ കഫ്റ്റേരിയയിൽ എത്തിയിട്ടുണ്ട്. കഫ്റ്റേരിയയിൽ ഇതാണ് കണ്ട ഫോട്ടോ ഉണ്ട് കഫ്റ്റേരിയൻ്റെ. അങ്ങനെ തിരിഞ്ഞ് ഇത് കഫ്റ്റേരിയയിൽ ഉപയോഗിക്കേണ്ടത്. ഈ കീ കാർഡ് ഈടല്ല ഉപയോഗിക്കേണ്ടത്. ഫ്രം അതർ സൈഡിൽ പോലെ ആക്സസ് ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഗൈസ്. ഇന്ന് കീയാൻ കഴിയാത്ത ഗൈസ് കീയാൻ കഴിയും ഗൈസ്. റേഞ്ച് കട്ടായി. കണക്ഷൻ ടൈം ഔട്ട്. ഗൈസ് നമുക്ക് 235 കണ്ടിട്ട് ഗൈസ്. ഇത് തിരിഞ്ഞ് നമ്മൾ നേരത്തെ സ്റ്റോറേജ് സ്ഥലത്ത് പോയിട്ടില്ലേ, ആടെ ഓരോ ഇതില്ലേ ഷട്ടർ, അതിൻ്റെ മേലെ നമ്പർ അടിച്ചില്ലേ. 235 നമ്പറിൻ്റെ ഷട്ടറിൻ്റെ കീ നമുക്ക് കിട്ടിയ. അതാണ് നമ്മൾ അവിടെ പോയിട്ട് വെക്കേണ്ട ഗൈസ്. ഈ തിരിച്ചിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലുമായിട്ട് കിട്ടും. നല്ലതായിട്ട് കിട്ടിയാൽ മതി. നമ്മൾ ഇത് 50-60% ആകുമ്പോൾ
ഗെയിം പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ കംപ്ലീറ്റ് 60% നമ്മൾ ഗെയിം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലിടാം. ഇതവിടെ ഉപയോഗിക്കേണ്ടത് അറിയില്ല ഗൈസ്. പിന്നെ ഇത് ഞാൻ ഒന്ന് പരസ്യം കാണട്ടെ. പരസ്യം കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ ജബ്ബാറിൻ്റെ മുന്നിലേക്ക് പരസ്യം കണ്ടു കഴിഞ്ഞ് പിന്നെ ഞാൻ പരസ്യം കഴിഞ്ഞ പാട് ഇതും കണ്ടിന്. അപ്പം നമുക്ക് തിരിഞ്ഞ് ഈ ബട്ടണിലേക്ക് വെടിവെക്കണം ഗൈസ്. 63% നമ്മൾ ഗെയിം സേവ് ആക്കിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഗെയിം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ് അതിൻ്റെ ഉള്ളിൽ കാറുണ്ട്. ആ കാറിനേക്ക് ഒന്നിക്ക് പെട്രോൾ ഒഴിക്കണ്ടേ, ഒന്നിക്ക് ആ കാറിനൊന്നും പെട്രോൾ ഒഴിക്കണ്ടേ. പിന്നെ കാറിൽ പിന്നെ പെട്രോളും ഡീസലിലെല്ലാം ഓടും. ഇലക്ട്രിക്കിൻ്റെ ഉണ്ട്, പക്ഷെ ഇത് ഇലക്ട്രിക് എല്ലാം കണ്ടാൽ തന്നെ തിരിയുന്നില്ലേ ഗൈസ്. ഇതാണല്ലേ നമ്മൾ ഇത്ര നേരം കളിച്ചപ്പോൾ നമ്മളെ കളിക്കില്ല ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ ഒരു മഞ്ഞ ടീഷർട്ടിൽ ഇട്ടിട്ടുള്ള നമ്മളെ കണ്ടോ ഗൈസ്. ഈ കാർ എടുത്തിട്ട് നമ്മൾ നേരെ എടുത്തേക്കെല്ലാം വന്നിട്ടുണ്ട്. അനക്ക് വന്ന് ഇത് പൊട്ടിക്കണം തോന്നുന്നു, അടിച്ചങ്ങ് തെറിപ്പിച്ച് അപ്പുറത്തേക്ക് വേണം തോന്നുന്നു. പക്ഷെ പൊട്ടുന്നില്ല, ചിലപ്പോൾ അങ്ങനെയല്ല അയക്കാം ഗൈസ്. പൊട്ടി 81% നമ്മൾ ഗെയിം സേവ് ആക്കിയിട്ടുണ്ട്. അവ കീഞ്ഞിട്ടുണ്ട് ഗൈസ്. ഒരു ഷട്ടറുണ്ട്, ഈ ഷട്ടർ തുറക്കല ഗൈസ്. ഇതിന് ചാവിയൊന്നും വേണ്ട അല്ലേ, ആ ചീനും ചാവി കണ്ടുപിടിക്കണോ ഗൈസ്. ഗൈസ് മറ്റാ കട്ടിംഗ് പ്ലെയർ ഈടിയാണ് മുറിക്കേണ്ട വയറ് ഗൈസ്. കട്ടിംഗ് പ്ലെയർ ഇപ്പോൾ ആവശ്യം വന്നില്ലേ, നമ്മൾ വാനിലിട്ടിട്ടുണ്ടായിരുന്നു. വാനിപ്പോൾ ഒരു കട്ടിംഗ് പ്ലെയർ എടുക്കുക, അടുത്തെന്താ ചെയ്യാന്ന് നോക്കാം. ഇപ്പം എന്തായാലും ജബ്ബാർ എണീച്ചിട്ടുണ്ടാവും. ജബ്ബാറിൻ്റെ കാര്യം പറയണ്ടല്ലേ, പിന്നെ ജബ്ബാർ കാണാണ്ട് എന്നാ മതി. ജബ്ബാർ മേലേന്നൊന്നും ഗൈസ് അതൊന്നും കാണാത്ത. അങ്ങനെ കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് വരുന്നുണ്ട്. കട്ടിംഗ് പ്ലെയർ ഞങ്ങൾ നേരെ കാറിലാണ് കട്ടിംഗ് പ്ലെയർ എടുത്ത് മുറിക്കാൻ പോയി. അവിടെ എല്ലാവരും വീടല്ലേ. 90% ഗെയിം പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് ഗൈസ്. വീട് എന്തെല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ റോഡ് ഡയറി. ഈ റോഡ് ആരാന്ന്? ജബ്ബാറാന്ന് തോന്നുന്നു. ജബ്ബാറിൻ്റെ ഡയറിയാ ഗൈസ് ഇത്. ഇതിങ്ങനെ പോസ് ചെയ്തിട്ട് വായിച്ചോ ഗൈസ്. കണ്ട ജബ്ബാറിൻ്റെ ഡയറി നമുക്ക് വായിക്കാൻ സമയമില്ല ഗൈസ്. ഇവിടെ പിന്നെ ഒരു ഷെൽഫ് ഉണ്ട്. പിന്നെ ഇത് ഗൈസ് ജബ്ബാറിന് വന്ന ലെറ്ററാന്ന് തോന്നുന്നു. അത് നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചോ ഗൈസ്. ഈ പെട്ടീനും നമുക്കൊരു ചാവിയാ ഗൈസ്. ചാവി കിട്ടി, കേജ് കിട്ടി. ആ ഉണ്ടപ്പനെ രക്ഷിക്കേണ്ട ചാവി കിട്ടി. ഉണ്ടപ്പൻ്റെ രക്ഷിക്കേണ്ട ചാവി കിട്ടി ഗൈസ്. ഇത്ര നേരം തപ്പിയിട്ടുള്ള റിസൾട്ട് കിട്ടി. നമുക്ക് അങ്ങനെ ഗെയിം ഫിനിഷ് ആകാനായെന്ന് തോന്നുന്നു. ആകാനായെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ അങ്ങനെ കേജ് കിട്ടി ഗൈസ്. നല്ല ഇനി ആ ഗെയിം തീരുമ്പോഴുള്ളൊരു വൈബ് വേറെ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് നെയ്ബർഹുഡിൽ പോവാം ഗൈസ്. 100% അപ്പോൾ ഗെയിം കംപ്ലീറ്റ് ആക്കി. ഗെയിം കംപ്ലീറ്റ് ആക്കി. ഉണ്ടപ്പനെ സന്തോഷം കേട്ട് വിളിക്കുന്നുണ്ടോന്ന് ഗൈസ്. അതിനെന്തെങ്കിലും മടങ്ങിയിട്ടല്ലേ ഇരുന്നേ, അതുകൊണ്ട് കേട്ട് വിളിക്കുന്നുണ്ടോന്ന് ഗൈസ്. പൊട്ടെ ബാക്കിൽ ഇപ്പുണ്ട് ശരി പോയേ ജബ്ബാർ. ഇവ കൈ മുട്ടിപ്പാത്തും കളിക്കുന്ന മുട്ടിപ്പാത്തും നമുക്ക് അങ്ങനെ നമ്മളെ വീട്ടിൽ മിക്സി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചക്കനും കൂടി ഉണ്ട് ഗൈസ്. ആ ഉണ്ടപ്പം നമ്മളെ ചങ്ങായി എന്ന് തോന്നുന്നു ഗൈസ്. ഇതിൻ്റെ 2 ഉണ്ട് ഗൈസ്. ഐസ്ക്രീം ഹൊറർ ഗെയിം 2 കണ്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.